ഹായ് ഫ്രണ്ട്സ്, ഈ നോർക്ക ഐ ഡി എടുത്ത പല ആളുകളുടെയും വിചാരം ഇത് ഒറ്റത്തവണ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം ഈ ഒരൊറ്റ കാർഡ് മതി എന്നുള്ളതാട്ടോ. ഒരുപാട് പേർക്ക് എന്താണ് ഈ ഒരു നോർക്ക ഐ ഡി എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ നോർക്ക ഐ ഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 വർഷമാണ് ഈ ഒരു നോർക്ക ഐ ഡിയുടെ കാലാവധി. ഇത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. ഈ നോർക്ക ഐ ഡിയുടെ മുകളിൽ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നതിൽ വരും, ഇഷ്യൂ ഡേറ്റ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ വാലിഡ് 3 years എന്ന് കാണാനായിട്ട് പറ്റുകയും ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു നോർക്ക ഐ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഡേറ്റ് മുതൽ 3 വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് പുതിയൊരു ഐ ഡി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഐ ഡി പുതുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പുതിയതെടുത്താലും നിലവിലുള്ള ഐ ഡി പുതുക്കിയാലൊക്കെ അതിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. അതായത് മുന്നത്തെ ഐ ഡി കൊണ്ട് പിന്നീട് കാര്യമില്ല, അതാത് വർഷം ഉള്ള ഒരു പുതിയ ഐ ഡി കൊണ്ടാണ് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ അർഹത ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നോർക്ക ഐ ഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. പ്രധാനമായിട്ടും നോർക്ക ഐ ഡി എന്ന് പറഞ്ഞത് ഒരു പ്രവാസികൾക്കുള്ള ഗവൺമെൻറ് നൽകുന്നൊരു തിരിച്ചറിയൽ കാർഡായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടായിട്ടുള്ളത് ഈ ഒരു 3 വർഷവും നമുക്കൊരു അപകട ഇൻഷുറൻസ് ഈ ഒരു നോർക്ക ഐ ഡിയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് വെറും 408 രൂപ അടച്ചിട്ട് നമ്മളൊരു നോർക്ക ഐ ഡി എടുക്കുകയാണെങ്കിൽ 3 വർഷത്തേക്ക് നമുക്കൊരു അപകട ഇൻഷുറൻസ് കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അപകട ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അപകടം മൂലം മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കും. അല്ല, നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങളിൽ നമുക്കൊരു അംഗവൈകല്യമോ ഡിസബിലിറ്റി ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ മാക്സിമം 2 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായത്തിന് ലഭിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൊറോണ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ നോർക്ക ഐ ഡിയുള്ള ആളുകൾക്കൊക്കെ നോർക്കയുടെ സഹായം ലഭ്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നോർക്ക ഐ ഡി കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ ഈ നോർക്ക ഐ ഡി എടുത്തു കഴിഞ്ഞാൽ ആ ഐ ഡി നമ്മൾ പിന്നീട് പുതുക്കണം, എങ്കിൽ മാത്രമാണ് ഐ ഡിക്ക് വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പല ആളുകളുടെയും നോർക്ക ഐ ഡി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി പറയുമ്പോൾ 2010-ലും 2017-ലും 2016-ലും 2015-ലൊക്കെ എടുത്തായിരിക്കും. പിന്നെ ഒറ്റത്തവണ പോലെ അവർ പുതുക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമ്മളുടെ പഴയ നോർക്ക ഐ ഡി പുതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർക്ക ഈ കഴിഞ്ഞ വർഷം പുതിയൊരു വെബ്സൈറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതൽ, അതായത് 2024-ലൊക്കെ നോർക്ക ഐ ഡി കാർഡ് എടുത്ത ആളുകൾ, 2025 തുടക്കത്തിലൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ പഴയ വെബ്സൈറ്റിലായിരിക്കും. അപ്പോൾ ഒരു പുതിയ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ധൃതി പിടിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് ടൈമിൽ പുതുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2022-23 കാലഘട്ടങ്ങളിലൊക്കെ എടുത്ത ആളുകൾക്ക് ഇപ്പോൾ പുതുക്കാറായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് നോർക്ക ഐ ഡി പുതുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, നോർക്ക ഐ ഡിയുടെ കാലാവധി വെറും 3 വർഷം മാത്രമാണ്. 3 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കിയെങ്കിൽ മാത്രമാണ് ആ ഒരു നോർക്ക ഐ ഡിക്ക് പിന്നീട് വാല്യൂ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നോർക്ക റൂട്ട്സ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരിക. ഇവിടെ നമുക്ക് ഇത് പുതിയ വെബ്സൈറ്റിൻ്റെ ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പുതിയ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി കാർഡ് എടുത്തവർക്കൊക്കെ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സൈനിങ് എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സൈനിങ് വിത്ത് OTP എന്നുള്ള ഓപ്ഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയിലേക്ക് OTP ഇട്ടുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇനി വാട്സപ്പ് വഴി നമുക്ക് OTP എടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഈ ഒരു പഴയ നോർക്ക ഐ ഡി, അതായത് 2023-ലൊക്കെയുള്ള നോർക്ക ഐ ഡിയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതുക്കാനായിട്ട് എങ്ങനെയാണ് പുതിയ വെബ്സൈറ്റ് വഴി പുതുക്കുക എന്നുള്ളതാണ്. അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ലിങ്ക് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനാണ് വരിക, എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫിക്കേഷൻ ടൈപ്പിൽ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് OTP, 2 മാനുവൽ വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ OTP വെരിഫിക്കേഷൻ കൊടുക്കരുത്. കാരണം OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാർഡിൽ ഏതാണോ മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഓപ്ഷനിലേക്കാണ് OTP പോവുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു നമ്പറോ ഇമെയിൽ ID ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല ഏത് മൊബൈൽ നമ്പറാണെന്നുള്ളതൊന്നും. അപ്പോൾ അതിലേക്ക് OTP ഒക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അന്നത്തെ കാലത്ത് കാർഡ് എടുക്കുമ്പോൾ ഗൾഫിൽ നമ്പറൊക്കെ കൊടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ ആ ആളുകൾക്കും ഇതിലേക്ക് OTP കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും മാനുവൽ വെരിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. മാനുവൽ വെരിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ വെബ്സൈറ്റിലുള്ള യൂസർ നെയിമാണ് അറിയേണ്ടത്. ഇവിടെ യൂസർ നെയിം അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ പാസ്പോർട്ട് നമ്പർ നമുക്ക് മാൻഡേറ്ററി ഇല്ല, അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ നോർക്ക ഐ ഡിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്സപ്പ് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇനി വാട്സപ്പ് ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതായത് വാട്സപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാട്സപ്പ് നമ്പർ അടിച്ചു കൊടുത്താൽ അതിലേക്ക് OTP എടുക്കാം. പിന്നെ മെയിൽ ID കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇനി വാട്സപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യുക, ഗൾഫിലെ നമ്പർ കൊടുത്തിട്ട് ഇവിടെ താഴെ മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഗൾഫ് നമ്പർ കൊടുക്കുമ്പോൾ മെയിൽ ID യിലേക്കാണ് OTP ഇടാനുള്ള ഓപ്ഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി പലവർക്കും ഉണ്ടാകുന്നൊരു വിഷയമാണിത്, യൂസർ നെയിം അറിയില്ല, യൂസർ നെയിം എന്താ എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, ഈ യൂസർ നെയിമിൻ്റെ താഴെ ഫോർഗോട്ട് യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റിട്രീവ് ഫ്രം ദി ഓൾഡ് പോർട്ട് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നോർക്കയുടെ പഴയ വെബ്സൈറ്റിലേക്ക് പോകും. ഇത് മൊബൈലിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ.
പഴയ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫൊർഗോട്ട് യൂസർ നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ നമ്മുടെ പഴയ നമ്മളുടെ നോർക്ക് ഐ ഡിയുള്ള പാസ്പോർട്ട് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നോർക്ക് ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കാം, അന്ന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം, നെയിം വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം. ഈ ഒരു വിവരങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് താഴെ കാണിക്കുന്ന ഈ ഒരു സെക്യൂരിറ്റി നമ്പറും കൂടി അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ആ യൂസർ നെയിം ഇവിടെ കാണും. ഇത് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് അപ്പുറത്ത് പോയി നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോർക്കയുടെ പുതിയ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പഴയ നോർക്ക ഐ ഡി ഇവിടെ കൊടുത്തു. ശേഷം ഇവിടെ ഈ കോഡ് അടിച്ചു കൊടുത്തു, സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ പഴയ ആ ഒരു വ്യക്തിയുടെ യൂസർ നെയിം അതുപോലെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു യൂസർ നെയിം എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ചാൽ മതി. 2 തവണ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പഴയ വെബ്സൈറ്റിലേക്ക് തന്നെ എത്തും. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ പഴയ ടാബ് ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത യൂസർ നെയിം എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, യൂസർ നെയിം മാത്രം പേസ്റ്റ് ചെയ്താൽ മതി. യൂസർ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോപ്പി എടുത്ത യൂസർ നെയിം അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്യാനാണ്. നമ്മുടെ പഴയ നോർക്ക് ഐ ഡി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഒരു നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ആയാലും കുഴപ്പമില്ല, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ യൂസർ നെയിമും നമ്മുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മിസ് മാച്ച് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും യൂസർ നെയിം കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ തെറ്റായി അടിച്ച് മുന്നേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരും. ഇവിടെ എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആ നോർക്ക് ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വാട്സപ്പ് നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ യെസ് എന്ന് കൊടുക്കുകയാണ്. ശേഷം വാട്സപ്പ് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്പർ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്പർ ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ കൊടുക്കുക. ഈസ് മൊബൈൽ നമ്പർ സെയിം വാട്സപ്പ് നമ്പർ, ഓക്കെ അതന്നെയാണ്. ഇനി നമ്മൾ മെയിൽ ഐ ഡിയും കൂടി കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ വാട്സപ്പിൽ നമ്പറിലേക്ക് OTP പോകും. അതൊന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ശേഷം പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയി. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, നമ്മൾ ഈ ഒരു റോള് സെലക്ട് ചെയ്യാണ്ട്, അപ്പോൾ സെലക്ട് റോൾ എന്നുള്ള ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ NRK അബ്രോഡ് ആണ്, നമ്മൾ വിദേശത്തായതുകൊണ്ട് തന്നെ NRK അബ്രോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ആയി. എന്നതിന് ശേഷം വീണ്ടും കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ശേഷം എന്ത് ചെയ്യുക, ഈ നോർക്ക ID കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഈ പ്രൈമറി ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഫർണിഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, പിന്നെ പാസ്പോർട്ട്, ഇപ്പോൾ നിലവിലുള്ള പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഡീറ്റെയിൽസൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഫർണിഷ് ചെയ്തതിന് ശേഷം ഈ ആഡ് ഡീറ്റെയിൽസ് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ പഴയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ വ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം, റിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മൾ വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാർഡ് എടുത്ത ഡീറ്റെയിൽസും അത് എന്ന് മുതലാണ് എന്നാണ് അവസാനിച്ചത് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് റിന്യൂ ചെയ്യാനാണെങ്കിൽ ഇവിടെ റിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ പറ്റും.